ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമ്മുടെ സാധാരണക്കാരുടെ ബർഗർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ള. ഇത് കണ്ടോ, നമ്മുടെ സാധാരണ ബന്നാണിത്. കടയിൽ നിന്ന് വാങ്ങിയ ബന്ന്. അപ്പോൾ ലെറ്റ്യൂസും ബാക്കി ബർഗറിൻ്റെ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കിവിടെ ഇപ്പോൾ ബർഗർ ഉണ്ടാക്കാൻ പോവാം ഞാൻ കേട്ടോ. നമ്മുടെ സാധാരണക്കാരുടെ ബർഗറാണ്. ഞാനിതിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനെ നെയ്യോ അങ്ങനെയുള്ള ചീസോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ലേശം വെളിച്ചെണ്ണ അതിലൊന്ന് തളിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത്രയും മതി, നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് ഫില്ലിങ് വയ്ക്കാനായിട്ട് ഞാൻ ഒരു സവാള ഇങ്ങനെ ഒന്നല്ല 2 സവാള 4 വെക്കണ്ടേ, 2 സവാള ഇങ്ങനെ വട്ടത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി, ഒരു വലിയ തക്കാളി വട്ടത്തിന് കട്ട് ചെയ്തു. 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റിനെയും ഞാൻ ഇങ്ങനെ കണ്ടോ നീളത്തിന് കനം കുറച്ചിട്ട് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്തോട്ട് പറക്കി നിരത്തി ചെറുതായിട്ടൊന്ന് വഴറ്റിയൊന്നും വേണ്ട, ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ മീതയിൽ ഇച്ചിരിച്ച ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പോ കുരുമുളകോ എന്തായാലും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് വാടി ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂത്തതിനെയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിടാം. തക്കാളി അതും ഇതുപോലെ തന്നെ ലേശം ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇങ്ങേ സൈഡിലും കൂടി ചെറുതായിട്ടൊന്ന് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എടുത്ത് മാറ്റി വയ്ക്കാതെ ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഒരുപാട് കിടന്ന് മൂത്ത് കരിഞ്ഞു പോയാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. ഇതാ നല്ലത്, ഒന്ന് വാടുക, അത്രയേ വേണ്ടൂ. ഇനി നമുക്ക് ആ ക്യാരറ്റ് ഉണ്ടല്ലോ അതിനെ പറക്കി അടുത്തത് അതിനെ മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് ഇപ്പോൾ വെക്കണ്ട, ഒരു സംഗതി ഉണ്ട് അതിൽ. ക്യാരറ്റൊന്നും അധികം വേവിച്ചൊന്നും എടുക്കണ്ട, നമുക്കിങ്ങനെ തന്നെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് മുട്ട ഉണ്ടാക്കിയെടുക്കാതെ നമുക്കിത് അതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിൽ കുരുമുളക് പൊടി ഇടാം. ഇവിടെ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. ഈ മഞ്ഞക്കരുവിനെയൊക്കെ നമുക്ക് ഒന്ന് പൊട്ടിച്ച് സ്പ്രെഡാക്കി എടുക്കുക. അത് ഒരിടത്ത് മാത്രം ഇരിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പച്ചമുളക് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന്. അത് കീറിയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ 2 എണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം അവിടെ ഇരുന്നിട്ട് അത് മൂത്തോളൂ. അപ്പോൾ നമുക്ക് അത് മാറ്റാം. ഇനി ബാക്കിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാവേ. അപ്പോൾ നമുക്ക് ഇതിനി സെറ്റ് ചെയ്യാം. എങ്ങനെയെന്ന് നോക്കാം. ഇത് ഇങ്ങനെ എടുക്കുക. നമ്മുടെ മുട്ട ചന്നം പിന്നം കീറി ഇതിലോട്ട് ഇങ്ങനെ വെക്കുക. ഒരു തക്കാളി, ഒരു സവാള, ക്യാരറ്റ്,
ഇങ്ങനെ വയ്ക്കുക. അതിൻ്റെ കൂടെ മല്ലിയില, ഇഷ്ടമുള്ളവർക്ക് മല്ലിയില വയ്ക്കുക. ഇങ്ങനെ വെക്കുക. ഓക്കേ, നമ്മുടെ ബർഗർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുക, ആവുന്നാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇനി ഞാൻ ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാവേ. അപ്പോൾ എല്ലാവരും കണ്ടോ, നമ്മുടെ സൂപ്പർ മിനി ഹോം മെയ്ഡ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നോക്കിയേ, കണ്ടോ, എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഉണ്ടോ? ഇതിങ്ങനെ നമുക്ക് ഒന്ന് കടിച്ച് ഇപ്പം കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക. മിനി ബർഗർ, ഹോം മെയ്ഡ് മിനി ബർഗറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോയും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ, താങ്ക് യു.